8 മാർക്കിന് വരെ അക്കൗണ്ടൻസി ഫൈനൽ എക്സാമിന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഡബിൾ കോളം ക്യാഷ് ബുക്ക്. ഡബിൾ കോളം ക്യാഷ് ബുക്കിന്റെ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യാം അതിന്റെ ഒരു മോഡൽ ഞാൻ കാണിച്ചു തരാം. ഡബിൾ കോളം ക്യാഷ് ബുക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ് റെക്കോർഡ് ദ ഫോളോയിങ് ട്രാൻസാക്ഷൻ ഇൻ ഡബിൾ കോളം ക്യാഷ് ബുക്ക്. അഥവാ ഡബിൾ കോളം ക്യാഷ് ബുക്കിൽ താഴെ പറയുന്ന ഇടപാടുകൾ റെക്കോർഡ് ചെയ്യണം. സോ ഇങ്ങനത്തെ ഒരു ട്രാൻസാക്ഷൻസിന്റെ ലിസ്റ്റ് തന്നെ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? ആദ്യം പോയി നമ്മൾ കള്ളി വരയ്ക്കും. ആദ്യം കള്ളി വരയ്ക്കരുത്. ആദ്യം അതിന് മുൻപ് കുറച്ച് പ്രിപ്പറേഷൻ വേണം. കാരണം ഓരോ ഐറ്റംസ് നമ്മൾ നോക്കണം. ഓരോ ഐറ്റംസ് എന്തിൽ വരും? ഡെബിറ്റ് ആണോ, ക്രെഡിറ്റ് ആണോ, അല്ലെങ്കിൽ റെസിപ്റ്റ് ആണോ, പേയ്മെന്റ് ആണോ? ഡബിൾ കോളം ക്യാഷ് ബുക്കിന് രണ്ട് സൈഡാണ്. ഒന്ന് റെസിപ്റ്റ് സൈഡ്, മറ്റൊന്ന് പേയ്മെന്റ് സൈഡ്. ഒന്ന് റെസിപ്റ്റ് സൈഡും പേയ്മെന്റ് സൈഡും. റെസിപ്റ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് ഇങ്ങോട്ടില്ലേ ക്യാഷോ ബാങ്കോ കൂടുന്ന ഐറ്റംസുകളാണ് റെസിപ്റ്റ്. അപ്പോൾ അത് കുറയുന്ന ഐറ്റംസ് ആണ് പേയ്മെന്റ്സ്. അഥവാ നമ്മുടെ കയ്യിലെ ക്യാഷിന്റെ ബാലൻസോ ബാങ്കിലെ ബാലൻസോ കൂടുന്ന ഐറ്റംസ് റെസിപ്റ്റ് സൈഡിലും കുറയുന്ന ഐറ്റംസ് എന്ത് ചെയ്യണം? പേയ്മെന്റ് സൈഡിലും. ഈ റെസിപ്റ്റിനും പേയ്മെന്റിലും രണ്ട് കോളം ഉണ്ടാകും. ഒന്ന് ക്യാഷും ബാങ്കും അല്ലെ, രണ്ടെണ്ണത്തിനും രണ്ട് കോളം വീതം ഉണ്ടാകും. സോ നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്യാഷ് ഇൻ ഹാൻഡാ. ക്യാഷ് ഇൻ ഹാൻഡ് എന്ന് തന്നാൽ എന്താ അതിനർത്ഥം? അത് ക്യാഷിന്റെ ബാലൻസ് ഉണ്ട്. എത്ര രൂപ? 40,000 രൂപ. എത്ര രൂപ? 40,000 റുപ്പീസ് നമ്മുടെ ക്യാഷിന്റെ ബാലൻസ് കയ്യിലുണ്ടെന്ന് അർത്ഥം. അപ്പോൾ അത് എവിടെ എഴുതണം? റെസിപ്റ്റ് സൈഡിലാണ് ബാലൻസ് ചെയ്തിട്ടുണ്ട്. ഏതാണ്? റെസിപ്റ്റ് സൈഡിൽ. എവിടെയാ? ക്യാഷ് അല്ലേ. സോ RC എന്ന് എഴുതാം. എന്താണ്? റെസിപ്റ്റ് ക്യാഷ്. അപ്പോൾ ജസ്റ്റ് നമുക്ക് കോൾ ചെയ്താം. ഇനി ക്യാഷ് അറ്റ് ബാങ്ക്. ബാങ്കിൽ ക്യാഷ് ഉണ്ട്. എത്രയാണ്? അതും റെസിപ്റ്റ് ആണ്. പക്ഷെ എന്താണ്? റെസിപ്റ്റ് ബാങ്ക്. RB എന്ന് പറഞ്ഞാൽ എന്താ? റെസിപ്റ്റ് സൈഡിലെ ക്യാഷിന്റെ കോളം. RB എന്താ? റെസിപ്റ്റ് സൈഡിലെ ബാങ്കിന്റെ കോളം. ചില ക്വസ്റ്റ്യൻ തരും ബാങ്കിലെ എന്ത് ബാലൻസ്? ക്രെഡിറ്റ് ബാലൻസ് എന്ന് തരും. അതിനെന്താ? മൈനസ് ബാലൻസ് എന്നാണ് അർത്ഥം. അങ്ങനെ ചില ക്വസ്റ്റ്യൻ അങ്ങനെ തരാറുണ്ട്. വല്ലപ്പോഴാണ് ചോദിക്കാറുള്ളത്. അഥവാ അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ അത് റെസിപ്റ്റ് സൈഡിലല്ല, പേയ്മെന്റ് സൈഡിലാണ് ഓപ്പണിംഗ് ബാലൻസ് ചെയ്തേണ്ടത്. എന്താ? ഓപ്പണിംഗ് ബാലൻസ് പേയ്മെന്റ് സൈഡിലാണ്. അപ്പം PB എന്നാണ് കൊടുക്കേണ്ടത്. അഥവാ ക്രെഡിറ്റ് ആണെങ്കിൽ PB ആണ് കേട്ടോ കൊടുക്കേണ്ടത്. നോട്ട് ദ പോയിന്റ്. സെറ്റ് അല്ലേ? അവിടെ ഇങ്ങനെ പുള്ളിയിട്ട് വെച്ചോളൂ. സെറ്റ്. അപ്പോൾ അടുത്ത് നോക്കാം. ജാനുവരി 3-ാം തീയതി പർച്ചേസ്ഡ് ഗുഡ്സ്, സാധനങ്ങൾ വാങ്ങി, പർച്ചേസ്ഡ് ആണ് 20,000. അഥവാ ഗുഡ്സ് വാങ്ങി, ക്യാഷ് ആണോ ബാങ്ക് ആണോ എന്ന് പറയുന്നില്ല. അങ്ങനെ ഒന്നും പറയുന്നില്ല. അതെന്താ? അത് ക്യാഷ് കൊണ്ടുള്ള പർച്ചേസ് ആണ്. പർച്ചേസ് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് ചിലവാകുകയാണ് അല്ലേ. ചിലവാകുമ്പോൾ അത് എന്ത് ചെയ്യണം? ചിലവാകുമ്പം അത് പേയ്മെന്റ് ആണ്. സോ PC പറഞ്ഞാൽ പേയ്മെന്റ് സൈഡിൽ ക്യാഷ്. അടുത്തത് പെയ്ഡ് വേജസ്. അതും പേയ്മെന്റ് തന്നെയാണ്. പേയ്മെന്റ് ആകുമ്പോൾ പേയ്മെന്റ് സൈഡിൽ ബാങ്ക് ആണോ? അല്ല, ക്യാഷ് ആണ്. കാരണം പെയ്ഡ് വേജസ് എന്ന് മാത്രമേ ഉള്ളൂ. പെയ്ഡ് വേജസ് ബൈ ചെക്ക് എന്നോ പെയ്ഡ് വേജസ് ബൈ ബാങ്ക് എന്നോ ആണെങ്കിലാണ് എന്തുണ്ടാവുക? ബാങ്ക് എന്നുണ്ടാവുക. അടുത്തത് ജാനുവരി 15-ന് ക്യാഷ് ഡെപ്പോസിറ്റഡ് ഇൻ ടു ബാങ്ക് 10,000 രൂപ. അതാണ് നമ്മുടെ വില്ലൻ. നമ്മുടെ വില്ലൻ എൻട്രി ആയി. എന്താണ് വില്ലൻ എൻട്രി എന്ന് പറഞ്ഞാൽ? അത് കോൺട്രാ എൻട്രി ആണ്. കോൺട്രയുടെ എൻട്രി വരുമ്പോൾ അവിടെ വില്ലന്റെ എൻട്രി ആണ്. സോ വില്ലൻ എൻട്രി എന്താ നോക്കാം. ക്യാഷ് ഡെപ്പോസിറ്റ് ഇൻ ടു ബാങ്കിൽ 10,000 രൂപ ഡെപ്പോസിറ്റ് ചെയ്തു. സോ നിങ്ങൾ ശ്രദ്ധിക്കണം. ക്യാഷ് ഡെപ്പോസിറ്റഡ് ഇൻ ടു ബാങ്ക്. എവിടെ? ബാങ്കിലേക്കാണ് പൈസ വന്നത് അല്ലെ. ബാങ്കിലെ ബാലൻസ് കൂടി. നമ്മൾ ബാങ്കിൽ പൈസ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ ബാങ്ക് ബാലൻസ് കൂടുതലേ. സോ കൂടുന്ന ഐറ്റംസ് ആണ് റെസിപ്റ്റ്. സോ RB എന്താ? RB എന്ന് പറയുമ്പം ബാങ്കിന്റെ റെസിപ്റ്റ് സൈഡിൽ ബാങ്കിന്റെ കോളത്തിൽ കൂടി. അപ്പം എങ്ങനെയാ ബാങ്കിലേക്ക് പൈസ വന്നത്? വെറുതെ പൈസ വരുമോ? നമ്മുടെ കയ്യിലുള്ള ക്യാഷ് ബാങ്കിൽ കൊണ്ടുപോയി ഇട്ടപ്പോഴാണ് അല്ലേ. നമ്മുടെ കയ്യിലെ ബാലൻസ് ബാങ്കിൽ കൊണ്ടുപോയിട്ട് ഡെപ്പോസിറ്റ് ചെയ്തപ്പോഴാണ് ബാങ്കിൽ കൂടിയത്. അപ്പം നമ്മുടെ കയ്യിലത്തെ ക്യാഷ് കുറയില്ലേ. അതായത് എൻ്റെ കയ്യിൽ ഒരു 5,000 ഉണ്ട്. ആ 5,000-ൽ 2,000 ഞാൻ എടുത്ത് ബാങ്കിൽ കൊണ്ടുപോയിട്ടു. അപ്പോൾ ബാങ്കിൽ 2,000 കൂടും, എൻ്റെ ക്യാഷ് 2,000 കുറയുകയും ചെയ്യും. സോ പേയ്മെന്റ് ആണ് ഇവിടെ പേയ്മെന്റ്. എങ്ങനെ? ക്യാഷിലെ പേയ്മെന്റും. സോ ഓരോന്ന് നമ്മൾ എന്ത് ചെയ്യണം? നോട്ട് ചെയ്ത് നോക്കണം. സോ കോൺട്രാ എൻട്രി ആകുമ്പോൾ 2 ഐറ്റംസ് അവിടെ വരും. സോ അതെന്ത് ചെയ്യണം? എക്സ്ട്രാ നോട്ട് ചെയ്യണം. പർച്ചേസ്ഡ് മെഷീനറി വാങ്ങി. എങ്ങനെ? ബൈ ചെക്ക്. അപ്പോൾ എന്താ? പർച്ചേസ് പറയുമ്പോൾ പേയ്മെന്റ് അല്ലേ. പേയ്മെന്റ് ബൈ ക്യാഷ് ആണോ? അല്ല, ബാങ്ക് ബൈ ചെക്ക് ആണ് കൊടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് സോൾഡ് ഗുഡ്സ് ആൻഡ് ദ കസ്റ്റമർ ഡെപ്പോസിറ്റഡ് ദ എമൗണ്ട് ഇൻ ടു ബാങ്ക്. അതായത് 1,200 രൂപക്ക് സാധനം വിറ്റു. ആ വിറ്റ എമൗണ്ട് എന്ത് ചെയ്തു? ആ വിറ്റ സാധനത്തിന്റെ വില അയാൾ എന്ത് ചെയ്തു? ക്യാഷ് ആയിട്ട് തന്നിട്ടില്ല. അയാൾ നേരെ ബാങ്കിലേക്ക് ഇട്ടു. അപ്പോൾ ബാങ്കിലേക്ക് പൈസ കൂടി, ബാങ്കിലെ ബാലൻസ് കൂടുക ചെയ്യുന്നത്. അപ്പം ബാങ്കിൽ റെസിപ്റ്റ് ആണ്. റെസിപ്റ്റ് സൈഡിൽ RB റെസിപ്റ്റ് ബാങ്ക്. സോ ഈ ഒരു കോഡ് വെച്ച് നിങ്ങൾ എന്ത് ചെയ്യണം? തീർച്ചയായിട്ടും ചെയ്യണം കേട്ടോ. RB RC. ഇത് RCB എന്ന് വിചാരിക്കരുത് കേട്ടോ. ഇത് വെറും RCB ആണ് കേട്ടോ. സോറി, വെറും RB ആണ് കേട്ടോ. നെക്സ്റ്റ് ജാനുവരി 25-ന് ക്യാഷ് വിഡ്രോൺ ഫ്രം ഓഫീസ് യൂസിന് ക്യാഷ് വിഡ്രോ ചെയ്തു. അതെന്താ അർത്ഥം? ബാങ്കിൽ നിന്ന് ഓഫീസ് ആവശ്യത്തിന് വേണ്ടി പൈസ എടുത്തത്രേ 7,000 രൂപ. അപ്പോൾ ബാങ്കിൽ നിന്ന് കുറയൂലേ. ബാങ്കിൽ നിന്ന് കുറയുമ്പോൾ പേയ്മെന്റ് സൈഡിൽ ബാങ്ക് ആണ്. അതോടൊപ്പം തന്നെ ബാങ്കിൽ നിന്ന് എടുത്ത പൈസ അല്ലേ, ബാങ്കിൽ നിന്ന് ക്യാഷ് എടുത്തിട്ട് ആ ക്യാഷ് എവിടെ? ഓഫീസിലേക്ക് നമ്മുടെ ആവശ്യത്തിനല്ലേ കൊണ്ടുവന്നത്. അപ്പോൾ ഓഫീസിലുള്ള ക്യാഷ് കൂടും. ക്യാഷ് വർദ്ധിക്കുമ്പം റെസിപ്റ്റ് ആണ്. റെസിപ്റ്റ് ക്യാഷ് RC. അപ്പം എന്ത് ചെയ്യണം? ഇതും നോട്ട് ചെയ്യണം. എന്താണ് ഇത്? കോൺട്രാ എൻട്രി. അപ്പോൾ 2 കോൺട്രാ എൻട്രി വന്നു. അപ്പം ഒരു ഫിലിമിൽ തന്നെ 2 തവണ വില്ലന്മാർക്ക് അടിപൊളി എൻട്രി നമ്മുടെ ഡബിൾ കോളം ക്യാഷ് ബുക്ക് കൊടുത്തു കേട്ടോ. അപ്പോൾ പെയ്ഡ് സാലറി 6,000. സാലറി കൊടുത്തു 6,000 രൂപ. അതെങ്ങനെയാണ്? ക്യാഷ് ആയിട്ടാണ് കൊടുക്കുക. പേയ്മെന്റ്
PC പേയ്മെൻറ്റ് സി. അപ്പോൾ PC, PB, RB അങ്ങനെ പല കോഡുകളുടെ കോഡ് വെച്ചിട്ട് ചെയ്യാം. ഇനി നോക്കിയല്ലേ, സിമ്പിളാണ്. ഡബിൾ കോളം ക്യാഷ് ബുക്ക്. ഇങ്ങനെ ഒരു വര വരയ്ക്കുക. ഇങ്ങനെ ഒരു വര വരച്ചാൽ അത് വരയാവില്ല. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം, കറക്റ്റ് വരയാക്കി വരയ്ക്കണം. ഞാൻ വരയ്ക്കുന്ന വരകളൊന്നും എന്ത് ചെയ്യില്ല, വരയാവില്ല. അതുകൊണ്ടാണ് എൻ്റെ ലൈനൊന്നും എന്ത് ചെയ്യാത്തത്, സെറ്റ് ആവാത്തതോ. നിങ്ങൾക്കെങ്കിലും സെറ്റ് ആവട്ടെ. നോക്കട്ടെ, സെറ്റ് 1 2. എന്ത് ലൈനാണ് നിങ്ങൾ ഉദ്ദേശിച്ചത്? ഈ ലൈനാട്ടോ ഉദ്ദേശിച്ചത്, വേറെ ലൈനൊന്നും അല്ല കേട്ടോ. അടുത്തത് 1 1. അപ്പോൾ ഇതിൽ വേറെ സംഭവം ഉണ്ട്. അഥവാ ഡേറ്റിൻ്റെ ഒരു കോളം ഉണ്ട്. ഡേറ്റിൻ്റെ കോളം ഞാൻ ഇവിടെ റെക്കോർഡ് ചെയ്യുന്നില്ല, കാരണം ഒന്നാമത് എക്സാമാണ്. ഇനി ഡേറ്റ് ഒക്കെ നിങ്ങൾ തന്നെ എഴുതിയാൽ മതി, കാരണം ഇനി സമയമില്ലാത്തതുകൊണ്ട് ഡേറ്റ് ഒന്നും ഞാനിവിടെ എഴുതുന്നില്ല. ഫസ്റ്റ് എന്താ എഴുതേണ്ടത്? ആളെ പേരുണ്ടോ? ആളെ പേരൊന്നുമില്ല, ജസ്റ്റ് ഡബിൾ കോളം ക്യാഷ് ബുക്ക്. അപ്പോൾ നമ്മൾ ഹെഡിങ് കൊടുക്കുക എന്താണ്, ഡബിൾ കോളം ക്യാഷ് ബുക്ക്. ഇത് ക്രെഡിറ്റ് സൈഡ്. ഇപ്പറാണെങ്കിൽ എന്താണ്, അത് ഡെബിറ്റ് സൈഡാണ്. ഡെബിറ്റ് സൈഡ്. ഇവിടെ എന്താണ്, ഇവിടെ റെസീപ്റ്റാ. എന്താണ്, EIPT റെസീപ്റ്റ് സൈഡ്. ഇവിടെ ക്യാഷ്, ഇപ്പുറം ബാങ്ക്. അതേപോലെ ഇപ്പുറം സൈഡ് എന്താ, ഇപ്പുറം സൈഡ് പേയ്മെൻ്റ് ആണ്. പേയ്മെൻറ്റ്. ഇപ്പുറം എന്താ, ഇവിടെ ക്യാഷ്, ഇവിടെ ബാങ്ക് അല്ലേ. സോ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, ഓപ്പണിംഗ് ബാലൻസ് എടുത്ത് എഴുതണം. സോ എന്താണ്, ടു ബാലൻസ് എത്ര എമൗണ്ട് ഉണ്ടടാ, ക്യാഷിൻ്റെ RCയും RB. RC റെസീപ്റ്റ് സൈഡിൽ ക്യാഷിൽ 40,000, റെസീപ്റ്റ് സൈഡിൽ ബാങ്കിൽ 25,000. അപ്പോൾ 40,000 25,000 അല്ലേ. 40,000 25,000. അപ്പോൾ റെസീപ്റ്റ് സൈഡിൽ ക്യാഷിൻ്റെ കോളത്തിൽ 40,000, ബാങ്കിൻ്റെ കോളത്തിൽ 25,000. ഫസ്റ്റ് കഴിഞ്ഞു. ഇത് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഏകദേശം 1.5 മാർക്ക് കിട്ടും. 1.5-2 മാർക്ക് കിട്ടും. അടുത്ത് നോക്കാം, ക്യാഷ് ഇൻ ഹാൻഡ് കഴിഞ്ഞോ, പർച്ചേസ്ഡ് ഗുഡ്സ് അല്ലേ. അതായത് 20,000 രൂപ കൊടുത്ത് പർച്ചേസ് ചെയ്തു ഗുഡ്സ് അല്ലേ. പേയ്മെൻറ്റ് PC ആണ്, പേയ്മെൻ്റ് ആണ്. ക്യാഷ് സൈഡ് ക്യാഷിൽ, അഥവാ പേയ്മെൻറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ പേയ്മെൻറ്റ് സൈഡിൽ ക്യാഷിൻ്റെ കോളത്തിൽ എത്രയാണ്, 20,000. സോ ഇവിടെ 20,000 എഴുതാം. 20,000 എങ്ങനെയാണ്, പർച്ചേസ്ഡ് മെഷീനറി അല്ലേ. പർച്ചേസ്ഡ് ഗുഡ്സ് അല്ല, പർച്ചേസ്ഡ് ഗുഡ്സ്. അപ്പോൾ എന്ത് ചെയ്യുക, പർച്ചേസ് എഴുതിയാൽ മതി. ഗുഡ്സ് വാങ്ങുമ്പോൾ പർച്ചേസ് എന്ന് എഴുതണം. മെഷീനറി, ഫർണിച്ചർ, അസറ്റുകളൊക്കെ വാങ്ങുമ്പോൾ ആ ഐറ്റത്തിൻ്റെ പേരാണ് എഴുതേണ്ടത്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം, ഡേറ്റ് എഴുതണം കേട്ടോ. ഡേറ്റിൻ്റെ ഒരു കോളം ഉണ്ടാകും, ഡേറ്റുകൾ ഇങ്ങനെ കൊടുക്കണം. അതേപോലെ ഇവിടെയും ചെറിയൊരു ഡേറ്റിൻ്റെ കോളം ഉണ്ടാകും. ആ ഡേറ്റുകൾ ഓരോന്ന് എന്ത് ചെയ്യണം, നിങ്ങൾ കൊടുക്കണം. ഞാൻ ഇവിടെ കൊടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ അത് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ, നിങ്ങളുടെ ആൻസർ പേപ്പറിൽ നിങ്ങൾ തീർച്ചയായിട്ടും കൊടുത്തിരിക്കണം കേട്ടോ. അടുത്തത് പെയ്ഡ് വേജസ് 1000 രൂപ. അപ്പോൾ എന്താ, PC എന്താണ്, വേജസ് ആണ് 1000. PC എന്താ, വേജസ്. PC പറയുമ്പോൾ പേയ്മെൻറ്റ് സൈഡിൽ ക്യാഷ് 1000 രൂപ അല്ലേ. 1000 അല്ലേ, 1000. അടുത്തെന്താ, ക്യാഷ് ഡെപ്പോസിറ്റ് ഇൻ ടു ബാങ്ക്. അവിടെ 2 ഐറ്റം വരും കേട്ടോ. കോൺട്രാ എൻട്രി എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ഡബിൾ കോളം ക്യാഷ് ബുക്കിന് 2 സൈഡിലും, ബാങ്കിൻ്റെ സൈഡിലും ക്യാഷിൻ്റെ സൈഡിലും ഒരു ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് കോൺട്രാ എൻട്രി എന്ന് പറയാം. സോ ക്യാഷ് ഡെപ്പോസിറ്റ് ഇൻ ടു ബാങ്ക്. ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തു. RB എന്ന് പറയുമ്പം റെസീപ്റ്റ് സൈഡിൽ ബാങ്കിൽ 10,000. സോ റെസീപ്റ്റ് സൈഡ് ബാങ്കിൽ 10,000. എന്താണ്, റെസീപ്റ്റ് സൈഡിൽ ബാങ്കിൽ 10,000. സോ എങ്ങനെയാണ് ഇവിടെ വന്നത്, ടു ക്യാഷ് ആണ്. ക്യാഷ് മുഖേന വന്നത്. അഥവാ ഈ ബാങ്കിൻ്റെ കോളത്തിൽ നേരെ ഇപ്പുറം ക്യാഷിന് എഴുതാം, അഥവാ ഇതിൻ്റെ ഓപ്പോസിറ്റ് ഇപ്പുറത്ത് എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ അടുത്ത എന്താണ്, PC പേയ്മെൻറ്റ് സൈഡിൽ ക്യാഷ്, പേയ്മെൻറ്റ് സൈഡിൽ ക്യാഷിൻ്റെ കോളത്തിൽ 10,000. ക്യാഷിന് വീണ്ടും 10,000 കുറവ്. എങ്ങനെയാണ്, ബൈ ബാങ്കിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്തത് കൊണ്ടാണ് 10,000 ക്യാഷ് എന്ന് പോയത് കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യണം, ഇവിടെ ഒരു ലെഡ്ജർ ഫോളിയോ എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാവില്ല. ലെഡ്ജർ ഫോളിയോൻ്റെ ഒരു കോളം ഉണ്ടാകും. അവിടെ നിങ്ങൾ എന്ത് ചെയ്യണം, കോൺട്രാ എന്ന് ബ്രാക്കറ്റിൽ എഴുതണം. എന്താണ്, C അഥവാ കോൺട്രാ എന്ന്, അഥവാ കോൺട്രാ എൻട്രി ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, അവിടെ C എന്ന് ബ്രാക്കറ്റിൽ ഇടണം കേട്ടോ. നെക്സ്റ്റ്, പർച്ചേസ്ഡ് മെഷീനറി ബൈ ചെക്ക്. പേയ്മെൻറ്റ് ബാങ്ക്, PB 15,000. അപ്പം ബാങ്കിൽ പേയ്മെൻറ്റ് ബാങ്ക് 15,000. എങ്ങനെയാണ്, പർച്ചേസ് ചെയ്താണോ, എന്ത് പർച്ചേസ്, മെഷീനറി ബൈ മെഷീനറി. എന്താണ്, ബൈ മെഷീനറി കേട്ടോ. അടുത്ത ഐറ്റം എന്താണ്, മെഷീനറി കഴിഞ്ഞാൽ സോൾഡ് ഗുഡ്സ് ആൻഡ് കസ്റ്റമർ ഡെപ്പോസിറ്റഡ് amount into ബാങ്ക്. അപ്പോൾ ബാങ്കിൽ റെസീപ്റ്റ് സൈഡിൽ ബാങ്കിൽ സോൾഡ് ഗുഡ്സ് സാധനം വിറ്റതാ. അപ്പോൾ സെയിൽസ് ആണ് RB സൈഡിൽ വരിക. റെസീപ്റ്റ് സൈഡിൽ ബാങ്കിൽ ടു സെയിൽസ്. എത്ര എമൗണ്ട് ആണ് സാധനം വിറ്റത്? സാധനം വിറ്റത് 12,000 രൂപക്കാണ്. 12,000 ഗുണവക്കാണ് നമ്മൾ സാധനം വിറ്റിട്ടുള്ളത് അല്ലേ. നെക്സ്റ്റ് അടുത്ത ഐറ്റം ക്യാഷ് വിഡ്രോൺ ഫ്രം ഓഫീസേഴ്സ് അല്ലേ. കോൺട്രാ എൻട്രിയാ. PB പറയുമ്പോൾ പേയ്മെൻറ്റ് ബാങ്ക്. എന്താണ് PB പേയ്മെൻറ്റ് ബാങ്ക് 7,000. PB പേയ്മെൻറ്റ് സൈഡിൽ ബാങ്കിൽ 7,000. എപ്പോഴും ആദ്യം എമൗണ്ട് എഴുതുക. എമൗണ്ട് ആദ്യം ചെയ്താൽ അപ്പോൾ കൺഫ്യൂഷൻ മാറി. ബാങ്കിൻ്റെ താഴെ 7,000 എന്ന് പറയുമ്പം ബൈ ക്യാഷ്. പിന്നെന്താ RC റെസീപ്റ്റ് സൈഡിൽ ക്യാഷ്. RC റെസീപ്റ്റ് സൈഡിൽ ക്യാഷ് 7,000. എമൗണ്ട് കണ്ടോ ഇവിടെ എഴുതുക. അപ്പോൾ എന്താണ് ടു ബാങ്ക്. എന്താ
ക്യാഷിൻ്റെ നേരെ ബാങ്ക്, ക്യാഷിൻ്റെ നേരെ ബാങ്കും ബാങ്കിൻ്റെ നേരെ ക്യാഷും. അപ്പോൾ ഇവിടെ കോൺട്ര എന്ന് പറഞ്ഞാൽ സി എന്ത് ചെയ്യുക ബ്രാക്കറ്റിൽ ഈ ലെഡ്ജർ ഫോളിയോ കോൾസ് നമ്മൾ എഴുതി. ലാസ്റ്റ് വൺ പെയ്ഡ് സാലറി 6000 എന്ത് ചെയ്തു പെയ്ഡ് ക്യാഷ് ആയിട്ടല്ലേ. സോ പി സിയുടെ പേയ്മെൻറ്റ് ഇവിടെ പേയ്മെൻറ്റ് ക്യാഷ് എത്രയാണ് 6000 റുപ്യ അല്ലേ. യെസ് 6000 രൂപ എങ്ങനെയാണ് സാലറി അല്ലേ, സാലറി ബൈ സാലറി. സോ സാലറി കൊടുത്തു. അപ്പം ഇതോടുകൂടി എന്ത് ചെയ്തു ഈ ജനുവരി 31 വരെ കണ്ടോ, ജനുവരി 31 വരെയുള്ള നമ്മൾ മുഴുവൻ ക്യാഷിൻ്റെയും ബാങ്കിൻ്റെയും ട്രാൻസാക്ഷനാണ്. ഇനിയാണ് നമ്മുടെ മെയിൻ കഥാപാത്രം. മെയിൻ കഥാപാത്രമൊന്നുമല്ല, ഞാൻ വെറുതെ തള്ളിയതാട്ടോ, മെയിനായിട്ടൊന്നുമല്ല. ഇനി സിമ്പിളാണ്. ടോട്ടൽ ചെയ്യുന്നു, ബാലൻസ് ചെയ്യുന്നു, വലിയ ഇമ്പോർട്ടൻസ് ഒന്നുമില്ല. കാൽക്കുലേറ്ററിൽ ഏതൊരാൾക്കും തെറ്റിക്കാതെ ഇത് ചെയ്യാൻ പറ്റും. മോസ്റ്റ് പ്രോബബ്ലി ഏത് സൈഡാണ് കൂടുതലുണ്ടാവുക, മോസ്റ്റ്ലി എന്തായിരിക്കും നമ്മുടെ ഡെബിറ്റ് സൈഡാണ് കൂടുതലുണ്ടാവുക. ഇവിടെ 47,000 ക്യാഷ് എപ്പോഴും ഡെബിറ്റ് സൈഡാണ് കൂടുതലുണ്ടാവുക. അപ്പോൾ ഇവിടെ 47,000 എഴുതുക, അപ്പുറം 47,000 എന്ത് ഇവിടെ എത്ര ഉണ്ട്, ഇവിടെ 25, 35, 47 അല്ലേ. സോ ഇവിടെ 47, രണ്ടും 47 ആണല്ലോ, 47 ഇപ്പുറം അപ്പം എന്ത് ചെയ്യുക 47 എഴുതുക. ഇനി നോക്കാം, ഈ 47,000 ഇത് മൈനസ് ചെയ്യണം. 20, 30, 31, 36, 37 മൈനസ് ചെയ്താൽ ക്യാഷിൻ്റെ ബാലൻസ് അഥവാ ഇവിടെ 20, 21, 31, 37,000 റുപ്യ ഉണ്ട്. ഈ 37,000 47,000 മൈനസ് ചെയ്താൽ എത്ര കിട്ടും, 10,000 ബാലൻസ്, ബാക്കിയുള്ളത് 10,000. അഥവാ നമ്മളെ മൊത്തം 47,000 ക്യാഷ് വന്നിട്ടുണ്ട്, അതിന്ന് 37,000 നമ്മൾ ചിലവാക്കി, അപ്പോൾ ബാക്കി 10,000 ഉണ്ട്. സോ എന്താണ് ബൈ ബാലൻസ് ബാക്കിയുള്ള ബാലൻസ് 10,000 ഉണ്ട്. ഇനി ബാങ്കിലെ ബാലൻസ് എത്ര, ബാങ്കിൽ മൊത്തം 47,000 ഉണ്ട് അല്ലേ, 47,000 വന്നു, അതിന്ന് 15,000 7,000 22,000 ചിലവാക്കി. അപ്പോൾ 22 ചിലവാക്കിയാൽ ബാക്കി 25,000. ഓക്കെ അല്ലേ, ഇതാണ് നമ്മുടെ ബാലൻസ്. സെറ്റ് അല്ലേ. ഇങ്ങനെയാണ് ഡബിൾ കോളം ക്യാഷ് ബുക്ക്. അപ്പം ഐഡിയ മറക്കണ്ട, ഫസ്റ്റ് PB, RC, PC, കോസി എല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക റെക്കോർഡ് ചെയ്യുക. അതിനനുസരിച്ച് ഡബിൾ കോളം ക്യാഷ് ബുക്ക് സിമ്പിളായിട്ട് ചെയ്യാം. 8 മാർക്ക് നിങ്ങൾക്ക് വാങ്ങാം. ഇനി 8 മാർക്ക് അല്ലെങ്കിൽ എന്ത് ചെയ്യും, 5 മാർക്കിന് 8 മാർക്കിന് അണ്ടറിൽ 5 മാർക്കിന് ചോദിക്കും. ഇനി അതും അല്ലെങ്കിൽ 4 മാർക്കിന് ഉറപ്പായിട്ടും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഡബിൾ കോളം ക്യാഷ് ബുക്ക്. സെറ്റല്ലേ, ഡീലൊക്കെ എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. ഇന്ന് രാത്രി 7:30 എജുപോഡ് കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് +1 ചാനലിൽ ലൈവ് ഉണ്ട്. എല്ലാ ഫ്രണ്ട്സിനെയും കൂട്ടി എത്തണം. ഇതേപോലെ പവറാക്കി നമുക്ക് എന്ത് ചെയ്യാം, ഫുള്ള് ക്ലാസ് എടുക്കാം. സെറ്റല്ലേ, ഡീൽ മക്കളെ.